സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം 10 ദിവസത്തിനകം പുറത്തിറക്കാൻ UDFന്റെ തീരുമാനം. ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ധവളപത്രം പുറത്തിറക്കി CPMന്റെ അവകാശവാദത്തെ ഖണ്ഡിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. 6000 കോടി രൂപ ഖജനാവിൽ ബാക്കി വെച്ചാണ് സർക്കാർ ഇറങ്ങുന്നതെന്നാണ് ധനമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ധവളപത്രത്തിൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടി, ഇനി എത്ര കിട്ടും, സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കി തുടങ്ങാനാണോ പ്ലാൻ? അരുൺകുമാർ, ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കുക എന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ധവളപത്രം ഇറക്കാനുള്ള തീരുമാനം. അതിന് പ്രത്യേക സമിതിയെ കൂടി നിശ്ചയിച്ചു. 10 ദിവസത്തിനകം തന്നെ സാമ്പത്തിക സ്ഥിതി പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ രാവിലെ തന്നെ യോഗം ചേരുന്നുണ്ട്. ആ സമിതിയുടെ യോഗത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അത് കൃത്യമായ നിർദ്ദേശമുണ്ടാകും. എപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകും. നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയ്ക്കകത്ത് ഈ വൈറ്റ് പേപ്പർ സമർപ്പിക്കാനുള്ള ആലോചനയാണ് ഉണ്ടാകുന്നത്. കാരണം 29-ന് നയപ്രഖ്യാപനമുണ്ട്. 29-ന് നയപ്രഖ്യാപനം കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുണ്ടാകും. അതിനുശേഷം ജൂൺ 5-ാം തീയതി ഒരുപക്ഷെ ബജറ്റിന് സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ 2-ാം തീയതി ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ പിന്നീട് അത് മുഴുവൻ നിയമസഭാ സമ്മേളനം, ഒരു പൂർണ്ണ നിയമസഭാ സമ്മേളനമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ബജറ്റിന്മേലുള്ള ചർച്ചയുണ്ടാകും. അതിനിടയിൽ ഈ വൈറ്റ് പേപ്പർ ധവളപത്രം അത് നിയമസഭയിൽ സമർപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് കാരണം അദ്ദേഹം ധനമന്ത്രി കൂടിയാണ്. കാരണം സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ആദ്യം പൊതുജനങ്ങളെ അറിയിക്കുക, എന്നിട്ട് അതിന്മേലെയാണ് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പ്രവർത്തനം എന്നത് ബോധ്യപ്പെടുത്തി പോവുക. അതൊരു രാഷ്ട്രീയ നീക്കം കൂടെ അതിന് പിന്നിലുണ്ട്. കാരണം LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതാണ്. പക്ഷേ സർക്കാർ പുറത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് 6000 കോടിയോളം രൂപ ഖജനാവിൽ ശേഷിക്കുന്നുണ്ട്. അത് എന്താണ് 6000 കോടി രൂപ, എത്രത്തോളം കടം സംസ്ഥാനത്തിനുണ്ട്, ഏതൊക്കെ തരത്തിൽ വരുമാനം സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നടക്കമുള്ള വളരെ വിശദമായ ഒരു കണക്കുകളായിരിക്കും ധവളപത്രത്തിലൂടെ പുറത്തിറക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം പുറത്തിറങ്ങുന്നു. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയുടെ ആദ്യ യോഗം ചേരും.